നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവാന്റെ കൃപയും അതുപോലെ തന്നെ ശാന്തി സമാധാനവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ ആയി തീരാൻ വേണ്ടി ഭഗവത് ഭക്തിയും അങ്ങേറ്റം വർദ്ധിക്കുക, അറിവ് നേടുക, സമാധാനവും ശാന്തിയും ആനന്ദവും അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്ക് നാരായണീയം 70 അതായത് ഉദ്ധവന് അമ്പാടിലേക്ക് ഭഗവാൻ അയച്ചില്ല. ഉദ്ധവ ദൂത് പോയി. അദ്ദേഹം സമാധാനിപ്പിക്കാൻ ഗോപികമാരെയും മാതാപിതാക്കളെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു വിട്ടതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ വായിച്ചത്. ഭഗവാൻ പറഞ്ഞ വാക്കുകളെല്ലാം അവിടെ പറയുക. ഈ ഗോപികമാരടുത്ത് നിങ്ങൾ വൈകാതെ തന്നെ നിങ്ങളെ ഞാൻ വന്ന് കണ്ടുകൊള്ളാം. സന്ദേശമാണ്, ഭഗവാന്റെ സന്ദേശം ഉദ്ധവർ കൊണ്ടുവന്ന് ഗോപികമാരെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. ഞാൻ വൈകാതെ തന്നെ നിങ്ങളെ കണ്ടുകൊള്ളാം. നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. തിരക്ക് മൂലമാണ് ഞാൻ വരാൻ താമസിക്കുന്നത്. കാണാതിരിക്കുമ്പോഴും സ്മരണയ്ക്ക് ദാർഢ്യമുള്ളതിനാൽ വ്യസനം വേണ്ട. അപ്പോൾ കാണാതിരിക്കുമ്പോഴെന്ത് സംഭവിക്കും? ഓർമ്മയ്ക്ക്, ഭഗവാനുള്ള ആ ചിന്തയ്ക്ക് കഠിനമായ തീഷ്ണതയുണ്ടാകും. ഓരോ ദിവസം ചെല്ലുന്തോറും ഭഗവാനെ അങ്ങനെ അങ്ങ് അവരുടെ ഉള്ളിലാക്കുവാണ്. കാരണം താഴേക്കല്ല പോകുന്നത്. ഭക്തി വർദ്ധിച്ച് ഭഗവാനിലെ എന്നുള്ള ചിന്ത കൂടിക്കൂടി വരും. അതാണ് ആ സ്മരണയ്ക്ക് ദാർഢ്യം കൂടുതലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യസനം വേണ്ട. ഉത്സാഹമായി ഇരിക്കണം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങൾക്ക് വൈകാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടുന്നത്. വൈകാതെ ഇത്രയും ഭക്തിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കൈവല്യം, ബ്രഹ്മാനന്ദം കിട്ടും, അനുഭവിക്കാൻ പറ്റും ആനന്ദം. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? പരമാത്മാവായ ഈശ്വരനെ ഓരോ ദിവസം ചൊല്ലുന്തോറും വീണ്ടും വീണ്ടും ഭഗവാനെ കിട്ടാൻ വേണ്ടി, കയ്യിലാകാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിൽ ഇരുത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടുതലായി വന്നുകൊണ്ടേയിരിക്കും ഭക്തിയുള്ള ഒരു ഭക്തനോ ഒരു ഭക്തയ്ക്കോ. അപ്പോഴെന്ത് വരും? പെട്ടെന്നാണ് ബ്രഹ്മാനന്ദത്തിലേക്കുള്ള ആ വഴി തെളിഞ്ഞു കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഭഗവാൻ അറിയാം ഈ ഭക്ത ഗോപികമാർക്ക് പെട്ടെന്ന് തന്നെ ഒന്നും പഠിക്കേണ്ട, ശാസ്ത്രം ഒന്നും പഠിക്കേണ്ട, പക്ഷേ അവരുടെ ഭക്തി അത്രത്തോളം ഉണ്ടെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വൈകാതെ തന്നെ ബ്രഹ്മാനന്ദം സിദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംഗമവും വിരഹവും ഒരുപോലെ ആയിത്തീരും. അത് നമുക്ക് അനുഭവം അറിയുന്നത്. നമുക്ക് ഭഗവാനെ കണ്ടില്ലെങ്കിലും കണ്ടാലും നമുക്ക് വിരഹം, അതാണ് ഒരു വിഷമവും നമുക്കില്ല. എന്താ കാരണം? ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. ആ പരമാത്മാവാണല്ലോ ബ്രഹ്മം. ആ ആനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ അവിടെ ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണണമെന്നുള്ള ചിന്ത വരത്തില്ല. കാരണം എന്താ? ആനന്ദാനുഭൂതിയല്ലേ, ആനന്ദമാണല്ലോ ഈശ്വരൻ. അവിടെ ഭഗവാൻ ഒരു രൂപം എടുത്തെന്നല്ലേ ഉള്ളൂ. ആ രൂപം ഇല്ലെങ്കിലും ആനന്ദമാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ വിരഹം എന്നുള്ളത് സംഗമവും രണ്ടും ഒരുപോലെയാണ്. ഭഗവാനെ നേരിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും ആനന്ദം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് ഒരുപോലെയാണ്. ദുഃഖമുണ്ടാകത്തില്ല. അതാണ് ഭഗവാനോട് പറഞ്ഞേക്കുന്നത്. അത് അനുഭവം വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒരു നേരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണണമെന്നില്ല. എന്താ? എപ്പോഴും നമുക്ക് ഊണിലും ഉറക്കത്തിലും സർവ്വകർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ആനന്ദമാണല്ലോ, ഭഗവാൻ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ പിന്നെ പ്രത്യേകിച്ച് ദേഹം കൂടെ ആ വിഗ്രഹത്തെ കണ്ടില്ലെന്താ, കണ്ടാലെന്താ? അതുകൊണ്ടാണ് പറഞ്ഞ സംഗമവും വിരഹവും. അത് ഭഗവാൻ കൂടെ ഉണ്ടായാലും അകന്നു പോയാലും അത് വിരഹം ഉണ്ടായാലും നമുക്ക് ഒരുപോലെ ആയിത്തീരും എന്നിങ്ങനെയുള്ള നിന്തിരുവടിയുടെ സന്ദേശ വാക്കുകൾ പറഞ്ഞ് ഉദ്ധവർ ആ വിരഹ ആതുരരായ ഗോപികളെ സ്വാന്തനിപ്പിച്ച് ദുഃഖമകറ്റി. അപ്പോൾ അവർക്ക് ആ ദുഃഖം അകലണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ആ ബ്രഹ്മാനന്ദം അനുഭവിക്കണം. ആ ബ്രഹ്മാനന്ദം വൈകാതെ തന്നെ വന്ന് ചേരും എന്ന് ഭഗവാൻ സന്ദേശം പറഞ്ഞു വിട്ടു. അതുവരെ അവർ അല്പനേരം കൂടെ പ്രതീക്ഷിച്ചിങ്ങനെ എന്താ? ഈ ബ്രഹ്മാനന്ദത്തിന് വേണ്ടി, ആ ബ്രഹ്മാനന്ദം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ മാറി നിൽക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരൻ മറഞ്ഞു നിൽക്കുന്നത് എന്താ? ഇവർ അത്രത്തോളം ഭഗവാനോട് ചേരാനാ. അത്രയ്ക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ അവിടെ ദുഃഖം വേണം. എൻ്റെ കണ്ണനെ കണ്ടില്ലല്ലോ, എപ്പോൾ വരും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ദിവസേന മണിക്കൂറുകൾ ഇങ്ങനെ പോകും തോറും ഭക്തി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഇത് നമ്മൾ മനസ്സിലാക്കാതെ വായിച്ചിട്ട് എന്താ കാര്യം? ഇതെന്താ ഇത് പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഒരു ഭക്ത മക്കൾ വിചാരിക്കണം ഇതാണ് വേണ്ടത്. ഇത് നമുക്ക് വേണ്ടുന്ന പാഠമാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. നമുക്ക് ഭഗവാനെ
ഒത്തുചേരാൻ, ഒരു യോഗിയായി തീരാൻ, ഈ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ. അപ്പം നമുക്ക് മുന്നോട്ട് ആ തീഷ്ണമായ ഭക്തിയിൽ അങ്ങ് ഉറച്ച് നിലവിളി അങ്ങ് വരണം മക്കളെ, ഉരുളണം. അങ്ങനെ നമുക്ക് ബ്രഹ്മാനന്ദ അനുഭവം കിട്ടും. അതിന് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഈ കുട്ടികൾക്ക് അതിഭയങ്കരമായ ഭക്തിയുണ്ട്. അതൊന്നും കൂടി ഒരു രുചി, അതായത് ഒരു കറി വെച്ചാൽ അതിന് ഒരു കടുകൂടെ വറുത്ത് അങ്ങനെ ഒരു രുചി എങ്ങനെ കൂടുക, അതിങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റും. അത് വൈകാതെ തന്നെ സംഭവിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. നിങ്ങൾ സമാധാനിക്കൂ എന്ന് ഈ ഉദ്ധവർ ഈ സന്ദേശമെല്ലാം അവരെ പറഞ്ഞ് ദുഃഖമെല്ലാം അകറ്റി. നമുക്ക് 11ാമത്തെ ശ്ലോകം വായിക്കാം. ദശകം 76 ഉദ്ധവദൂതിൻ്റെ ശ്ലോകം 11ാമത്തെയാണ്. ഏവം ഭക്തി സകല ഭുവനേ അക്ഷിതാ ന ശ്രുത്വാ ന ശ്രുതാവാ. ഒന്നും കൂടി. ഏവം ഭക്തി സകല ഭുവനേ നേ അക്ഷിതാ ന ശ്രുതാവാ. കിം ശാസ്ത്രൗഘൈ കിം ഇഹ തപസാ ഗോഹികാഭ്യോ നമോസ്തു. ഇത്യാനന്ദാകുലം ഉപഗതം ഗോകുലാൽ ഉദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി ആമയൗഘാൽ. ഏവം ഭക്തി സകല ഭുവനേ അക്ഷിതാ ന ശ്രുതാവാ. കിം ശാസ്ത്രൗഘൈ കിം ഇഹ തപസാ ഗോഹികാഭ്യോ നമോസ്തു. ഇത്യാനന്ദാകുലം ഉപഗതം ഗോകുലാൽ ഉദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി ആമയൗഘാൽ. ഈ ഗോപികമാരുടെ ഭക്തി കണ്ട് അന്തം വിട്ട ഉദ്ധവരുടെ വിചാരമാണ്. അപ്പോൾ ഇത്രയും ഭക്തിയോ? കാരണം എന്താണ്, ഇവർ എന്താ ചെയ്യുക? പിന്നെ ഇവർ അത്രമാത്രം വ്യസനം പൂണ്ട് ഇരുന്നപ്പോൾ സന്ദേശങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്ത് ഈ സംഗമവും വിരഹവും ഒക്കെ ഒരുപോലെ ആയി തീരുമെന്നെല്ലാം പറഞ്ഞപ്പോൾ അതിന് മുന്നേ നമ്മൾ 9 വായിച്ചതെന്താ? ഇവർ ഏത് സമയത്തും എന്ത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഭഗവാന്റെ സംബന്ധിക്കുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഗൃഹകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും പരമാത്മാവിൻ്റെ കഥയും വർണ്ണനയും ആ നാമങ്ങൾ ഇങ്ങനെ പറയുക പാടിക്കൊണ്ട് നടക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കണ്ടങ്ങ് അന്തം വിട്ടുപോയി. ഇതെന്താ ഇത്രയ്ക്ക് ഭക്തിയോ? അതുകൊണ്ട് അന്തം വിട്ട ഉദ്ധവരുടെ വിചാരമാണ്, അഹോ ഇതെന്തൊരു ഭക്തി. ഈ ഉദ്ധവർ മനസ്സിൽ ചിന്തിക്കുക, ഇതെന്തൊരു ഭക്തി. ഇപ്രകാരമുള്ള ഭക്തി ലോകത്തിലെങ്ങും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഇവർ ഉത്തമ ഭക്തിക്ക് ഉടമകൾ തന്നെ, സംശയമില്ല. അപ്പം ഇത്രയും ഭക്തി ഇദ്ദേഹം എങ്ങും ലോകത്തിലെ ഒരു സ്ഥലത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇവർ ഉത്തമ ഭക്തിക്ക് ഉടമകൾ തന്നെ, സംശയമില്ല. ശാസ്ത്രജ്ഞാനം കൊണ്ടും തപസ് കൊണ്ടും എന്തു ഫലം? ഇത്ര ഭക്തിയുള്ള ഗോപികൾക്ക് നമസ്കാരം. അദ്ദേഹം നമസ്കാരം ചെയ്തു അവരെ. കാരണം ശാസ്ത്രജ്ഞാനവും അറിവും ഒക്കെ ഉണ്ട് ഈ ഉദ്ധവർക്ക്. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യവുമില്ല. കാര്യമുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഇതൊന്നുമില്ലാത്ത ഈ ഗോപികമാർക്ക് ഇത്രയും ഭക്തി, ദൈവമേ ഇതെന്താ ഇത് അത്ഭുതം തന്നെ. ഇത്രയും ഭക്തിക്കുള്ള ഈ ഗോപികൾക്ക് അവർക്ക് നമസ്കാരം ചെയ്തു ഈ ഉദ്ധവർ. കാരണം അദ്ദേഹം ശാസ്ത്രപണ്ഡിതനാണ്, എല്ലാം കൊണ്ടും അറിവ് നേടിയ ഒരാൾ, എല്ലാം പരമഭക്തൻ, ഭഗവാന്റെ ശ്രേഷ്ഠമായ ഭക്തൻ. പക്ഷേ എന്താ ഇത്രയ്ക്കുള്ള ഭക്തി കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായ. അദ്ദേഹം നല്ലൊരു ഉത്തമനായൊരു ഭക്തനായതുകൊണ്ടാണ് ഈ ഗോപികമാരുടെ ഭക്തിയെ തിരിച്ചറിയുകയും ചെയ്ത് അവർക്ക് നമസ്കാരവും പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഭക്തൻ എന്ന് പറഞ്ഞ് നടിക്കുന്നവർക്ക് മാനാപമാനങ്ങൾ ഉണ്ട് ചിലർക്ക്. എന്താ കാരണം? അവർ ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഇത് കൊടുക്കുമോ, എന്താ നമസ്കാരം കൊടുക്കുമോ? കാരണം ഞാനാണ് ഇതിലേക്ക് ഏറ്റവും വലിയവരെന്നുള്ള ചിന്തയുള്ളവരാണല്ലോ, അഹം, ഞാനെന്ന ഭാവം. അവർ ഇങ്ങനെ വേറൊരാളുടെ ഭക്തി കണ്ടിട്ട് ഈ നമസ്കാരമൊന്നും ചെയ്യത്തില്ല. അത് എന്നെക്കാളും അവർക്ക് എന്ത് ഭക്തിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നമസ്കാരം എന്ന് പറയുമോ? ഞാനാണ് ഏറ്റവും വലുതെന്നുള്ള ചിന്തയല്ലേ അജ്ഞാനികളായ ഭക്തന്മാർക്ക്. അവർക്ക് മാനാപമാനങ്ങളുണ്ട്, ആരുടെയും മുമ്പിൽ താഴത്തില്ല. അതാണ് ഇവിടെ ഈ ഭക്തനായ ഈ ഉദ്ധവർക്ക് ഈ മാനം എന്നുള്ള സംഗതി ഇല്ല, അത് അറിവില്ല. മാനം എന്താണെന്ന് അറിഞ്ഞുകൂടാ, അജ്ഞാനിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജ്ഞാനിയായി തീർന്നത്. നമ്മളൊരു ജ്ഞാനിയാകണമെങ്കിൽ നമ്മൾ അജ്ഞാനം മാറണമെന്ന് ഒരുപാട് പേർക്ക് ഭക്തി ഉണ്ടെന്ന് നടിക്കും. എന്താ അജ്ഞാനം മാറത്തുമില്ല. ഭക്തി കൊണ്ട് അജ്ഞാനം മാറത്തില്ല. എന്താ? മക്കളുടെ മുമ്പിൽ നന്നായി തുറന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കത്തില്ല, രഹസ്യമായി പ്രാർത്ഥിക്കൂ. ഭർത്താവ് കേൾക്ക പ്രാർത്ഥിക്കത്തില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ കേൾക്ക പ്രാർത്ഥിക്കത്തില്ല, അയൽക്കാർ കേൾക്ക പ്രാർത്ഥിക്കത്തില്ല. എന്താ? മാനം, വല്ല കുറച്ചിലാണെന്നൊരു തോന്നല, തുറവിയില്ല.
അവന് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഭഗവാൻ സ്നേഹിക്കും? ഭഗവാന്റെ മുമ്പിൽ എല്ലാ കറയും കളഞ്ഞ് വേണം ഭക്തി എടുത്ത് പ്രാർത്ഥിക്കാൻ. അവിടെ ആര് കേൾക്കുന്നെന്നോ അത് ചിന്തയേ പാടില്ല. അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ അവൻ അജ്ഞാനിയാണ്, ജ്ഞാനിയല്ല. ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരുടെ അവിടെ പുറമേ ആരെയും നോക്കേണ്ട പരമാത്മാവാണ് അദ്ദേഹത്തിൻ്റെ ഏക ഒരു ആ മനസ്സിൽ നിറയും ഈശ്വരനാണ്. ഈശ്വരൻ കഴിഞ്ഞേ മറ്റെന്തുള്ളൂ. മറ്റുള്ളവരെല്ലാം അത് താഴെയാണെന്ന് ചിന്തിക്കണം. മക്കളുടെ മുമ്പിലും ആരുടെ മുമ്പിലും എവിടെയും ഒരു കൂസലില്ലാതെ പരമാത്മാവിനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജ്ഞാനിയാകാൻ കഴിയൂ. ജ്ഞാനമില്ലാത്തത്തോളം കാലം എങ്ങനെ ഭക്തിക്ക് മാഹാത്മ്യം വരും? പരമാത്മാവ് എങ്ങനെ സ്നേഹിക്കും ഭഗവാൻ? ഇവിടെ ഗോപികമാർക്ക് യാതൊരു കൂസലുമില്ല. അവിടെ ബുദ്ധവരെ കേൾക്കുന്നെന്നോ ഒന്നും അവർക്കില്ല. അവരെപ്പോഴും പാടിക്കൊണ്ടും ഭഗവാന്റെ കഥകൾ പറഞ്ഞും കൊണ്ടും ഏത് ജോലി ഏർപ്പെടുമ്പോഴും കുളിക്കുമ്പോഴും ആഹാരം പാകം ചെയ്യുമ്പോഴും എപ്പോഴും പരമാത്മാവിൻ്റെ ചിന്തയും പ്രാർത്ഥനയും ആ കഥകൾ പറച്ചിലുമാണ്. കൃഷ്ണൻ്റെ കഥകൾ പറയാനേ അവർക്ക് സമയമുള്ളൂ. അവിടെ അവർക്ക് യാതൊരു കൂസലുമില്ല. അതുകൊണ്ടാണ് അവിടെ ഭക്തിക്ക് പ്രാധാന്യം വന്നത്. പരമാത്മാവായ ഈശ്വരന് അതാ നോക്കുന്നത്, നമുക്ക് എത്രത്തോളം കറ ഉള്ളിലുണ്ടോ ഇല്ലയോ. ഈ ഉള്ളിൽ പരിശുദ്ധമാകണമെങ്കിൽ അല്പം പോലും കറ പാടില്ല. മറ്റുള്ളവർ കേൾക്കും എന്ന ചിന്ത പോലും അവിടെ കറയാണ്. അതാണ് അഹങ്കാരം. അവിടെ അറിവില്ലായ്മ, ജ്ഞാനിയല്ല. അത് അങ്ങനെ ഉള്ളിടത്തോളം കാലം ഈശ്വരൻ പ്രത്യക്ഷമാവുകയോ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റുകയുമില്ല. തുറന്ന നിർമ്മലമായ പരിശുദ്ധമായ ഒരു ആകാശം, തെളിഞ്ഞ ആകാശം പോലെ നമ്മുടെ ഹൃദയം എപ്പോഴാകുന്നു? തെളിഞ്ഞ ആകാശം. കാരണം ഒരു മേഘങ്ങൾ പോലും ഇല്ലാതെ പ്രകാശിക്കുന്ന ആകാശം പോലെ ഹൃദയം എപ്പോൾ ആകുന്നു? ഞാൻ നാമം ചൊല്ലി എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ള അയൽക്കാരോ കേൾക്കുന്ന ചിന്ത അഹങ്കാരമല്ലേ? അത് അറിവില്ലായ്മയല്ലേ? അജ്ഞാനമല്ലേ? അന്ധകാരമല്ലേ? അന്ധകാരം കാർമേഘത്തിന് തുല്യമല്ലേ? ആ കാർമേഘം ഇരിക്കുമ്പോൾ അവിടെ ആകാശം തെളിയുമോ? നല്ല നിർമ്മലമായ കണ്ണാടിയിലാണ് മുഖം തെളിഞ്ഞ് കാണുന്നത്. കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ നമ്മുടെ മുഖം തെളിഞ്ഞ് കാണത്തില്ല. അതുപോലെയാണ് നമ്മൾ ആനന്ദം അനുഭവിക്കണമെങ്കിൽ അല്പം പോലും നമ്മുടെ ഉള്ളിൽ കറ പാടില്ല, അജ്ഞാനം പാടില്ല. അറിവ് അജ്ഞാനം മാറിയെങ്കിലേ ആ ജ്ഞാനമാകുന്ന അറിവാണ് ഈശ്വരൻ. ആ അറിവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണമെങ്കിൽ അജ്ഞാനം തുടച്ചു മാറ്റിയിരിക്കണം. ഇങ്ങനെ ഇതെന്തൊരു ഭക്തി എന്നെല്ലാം ഈ ഉദ്ധവർ പറഞ്ഞുകൊണ്ട് നമസ്കാരം പറഞ്ഞ് ഈ ഗോപി. അപ്പം എന്താ നമസ്കാരം? അപ്പോൾ ഉദ്ധവർ പണ്ഡിതനാണ്, വലിയവനാണ്, ഭഗവാനോട് ഭക്തശ്രേഷ്ഠനുമാണ്, എന്നാൽ അറിവിൻ്റെ ജ്ഞാനിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരറിവില്ലാത്ത ഈ സാധു സ്ത്രീകളെ ഭക്തി കൊണ്ട് ഭഗവാനിൽ നിറഞ്ഞെന്ന് അവരെ മനസ്സിലാക്കി ഇദ്ദേഹം. ഈ ഭക്തിക്കാണ് മാഹാത്മ്യം എന്ന് മനസ്സിലാക്കി അവർക്ക് നമസ്കാരം ചെയ്തപ്പോൾ ആ ഉദ്ധവർ എത്രമാത്രം ജ്ഞാനിയാ ഉള്ളം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമസ്കാരമൊക്കെ പറഞ്ഞ് എന്ന് ഗോകുലത്തിൽ നിന്നും മടങ്ങി എത്തിയവൻ അതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗോകുലത്തിൽ നിന്ന് തിരിച്ച് ഭഗവാൻ അടുക്കലേക്ക് മധുരയിലേക്ക് മടങ്ങി എത്തി അവനും. അപ്പോഴെന്താ ആനന്ദ വിവശനുമായ ഉദ്ധവരെ കണ്ടിട്ട് എന്താണ് ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആനന്ദ വിവശനായി. കാരണം ഇത് എൻ്റെ ഭക്തിക്ക് ഒരു മഹാത്മ്യം വരത്തില്ലല്ലോ, ഗോപികമാരുടെ ഭക്തിയുടെ അടുത്ത് ഞാൻ എത്തത്തില്ലല്ലോ. ഇതെല്ലാം ഓർത്തുകൊണ്ട് അവർക്ക് നമസ്കാരമൊക്കെ ചെയ്ത് പറഞ്ഞ് മടങ്ങിക്കൊണ്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം ആനന്ദ വിവശനുമായി ഉദ്ധവരെ ആര് കാണുന്നു? ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ സന്തുഷ്ടനായ നെന്തിരുവടി. അങ്ങനെ അത് കണ്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. കാരണം ഇങ്ങനെ വരുന്ന ഉദ്ധവരെ കാണാൻ തന്നെയാണ് ഭഗവാനും കാത്തിരിക്കുന്നത്. കാരണം എന്താ? ഉദ്ധവരും മനസ്സിലാക്കട്ടെ ഭക്തി എങ്ങനെയാണെന്ന്. അതുകൊണ്ട് എത്ര പണ്ഡിതനായാലും എന്തെല്ലാം അറിവ് നേടിയാലും ഭക്തിയില്ലെങ്കിൽ ഏതുമില്ല. അത് ബൈബിളിലും കിടപ്പുണ്ട്. എന്തോ മുഴങ്ങുന്ന ചേങ്കല പോലെ അത് ഞാൻ മറന്നുപോയ വാക്ക്. പക്ഷേ ഭക്തിക്കാണ് സ്നേഹമാകുന്ന ആ ഒരു പ്രേമമാകുന്ന ഭക്തി ഇല്ലെങ്കിൽ യാതൊന്നും ഈശ്വരനോട് അടുക്കത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗോകുലത്തിൽ നിന്ന് അദ്ദേഹം ഭഗവാൻ അടുക്കലേക്ക് ആനന്ദ വിവശനായി എത്തുന്ന ഉദ്ധവരെ ഭഗവാൻ കണ്ട് സന്തുഷ്ടനായി. അങ്ങനെയുള്ള ഭഗവാനെ ഭട്ടതിരിപ്പാട് പറയുന്നു, എൻ്റെ രോഗങ്ങളെ അകറ്റി എന്നെ രക്ഷിക്കുമാറാകണം. അങ്ങനെയുള്ള നമ്മളും പറയണം, ഭഗവാനെ പ്രേമമാകുന്ന ഭക്തി നമുക്ക് ഉണ്ടാകണമേ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ വരണമേ, ആനന്ദം അനുഭവിക്കാനും ബ്രഹ്മാനന്ദത്തിൽ ലയിക്കാനും പിന്നെ നമുക്ക് ഭഗവാനെ കാണണമെന്നോ. കാരണം ഈ ശരീരമുള്ള ഈശ്വരനെ അവതാരമൂർത്തികളെ നമുക്ക് കാണാൻ ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം എന്താ? ആ പരമാത്മാവാണല്ലോ ഉള്ളിൽ അനുഭവത്തിൽ വന്നിരിക്കുന്നത്, അനുഭവിച്ചറിയുന്നത്, ആനന്ദം അനുഭവിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ കൂടിക്കാഴ്ച ഉണ്ടായാലെന്താ, വിരഹമായാലെന്താ, അവിടെ ബ്രഹ്മാനന്ദം അനുഭവിക്കുമാറാകണം. അതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നു, ഇങ്ങനെയുള്ള ഭഗവാനെ നെന്തിരുവടി രോഗങ്ങളെ നമ്മളും പറയണം, നമ്മൾ ഭഗവാനെ പ്രേമമാകുന്ന ഭക്തി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ, ഞങ്ങളുടെ രോഗങ്ങളെ ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റി തരണമെന്ന് രക്ഷിക്കണമെന്ന് നമ്മളും പ്രാർത്ഥിക്കുക.
സാധാരണയായി ശാസ്ത്രജ്ഞാനം സമ്പാദിക്കുന്നത് തപസ് ചെയ്യുന്നത് ഒക്കെ ഭക്തി സിദ്ധിക്കാനാണ്. നമുക്ക് ഭക്തി കിട്ടാനാണ് ഈ ശാസ്ത്രജ്ഞാനങ്ങളും തപസ്സൊക്കെ ചെയ്യുന്നത്. ചിലർക്കാണെങ്കിലോ ശാസ്ത്രജ്ഞാനം ഉണ്ടായാലും തപസ് ആചരിച്ചാലും തന്നെ ഭക്തി കൈവരുന്നില്ലെന്ന് കാണാം. എത്രമാത്രം പണ്ഡിതനായാലും ഈ ശാസ്ത്രവും തപസ്സും ഒക്കെ ആചരിച്ചാലും ഭക്തി ഉണ്ടാകത്തില്ല. ചിലർക്ക് പ്രേമമാകുന്ന ഭക്തിക്ക് ഒരു കുറവ് കാണും. എല്ലാം പഠിക്കും, ശാസ്ത്രവും തപസ്സൊക്കെ ചെയ്യും, പക്ഷേ ആ പ്രേമമാകുന്ന ഈശ്വരനുള്ള അകമഴിഞ്ഞ ഭക്തി ചിലർക്കുണ്ടാകത്തില്ല. എന്നാൽ ഇവിടെ ഈ ഗോപസ്ത്രീകളോ ശാസ്ത്രം പഠിച്ചുമില്ല, തപസ്സാചരിച്ചുമില്ല, ഒന്നും ചെയ്യാതെ തന്നെ ഗോപികകൾ പരമഭക്തിക്ക് ഉടമകളായിരിക്കുന്നു. ശാസ്ത്രബോധമുള്ള ജ്ഞാനിയായ ഉദ്ധവർക്ക് ഇത്രയും ഭക്തി ഉണ്ടായിട്ടില്ല. ഇത്രയും പഠിച്ച് ശാസ്ത്രമെല്ലാം പഠിച്ച പണ്ഡിതനായ ഉദ്ധവർക്ക് ഇതുപോലുള്ള ഭക്തി ഉണ്ടായിട്ടില്ല. അതിനാൽ ഉദ്ധവർ അവരുടെ ഭക്തിയിൽ പ്രീതി പൂണ്ട് അവരെ വന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തന് മാനി അജ്ഞാനിയാണ്. എന്താ, ഒരു ഭക്തന് മാനം അറിഞ്ഞുകൂടാ. ഒരു ഭക്തൻ ഒരു ജ്ഞാനി ആകണമെങ്കിൽ അജ്ഞാനമാണ്. എങ്ങനെയാ? ഒരു ഭക്തന് മാനം പാടില്ല, മാനാപമാനം ഇല്ലാത്തവനായിരിക്കണം. ആര് കേൾക്കെ എന്തും നമുക്ക് പ്രാർത്ഥിക്കാൻ എടുക്കാനുമുള്ള ഒരു ഈശ്വരനുള്ള ഭക്തിയും പ്രേമമുണ്ടെങ്കിൽ അവിടെ അതേ ഉള്ളു മുൻതൂക്കം. അവിടെ മറ്റൊന്നും അവിടെ അടുത്ത് പോലും വരത്തില്ല. ആര് കേൾക്കുന്നത് അങ്ങനെ ചിന്ത പോലും വരത്തില്ല. എപ്പോഴും ഈശ്വരനെ ആരാധിക്കുക, ആര് കേൾക്കുക ആരാധിക്കുക, അവർക്കത് ചിന്ത പോലില്ല. അതാണ് ഒരു യഥാർത്ഥ ജ്ഞാനി ഭക്തൻ, പ്രേമമാകുന്ന ഭക്തി. അങ്ങനെ ഉള്ളവനാണ് ജ്ഞാനി. അല്ലാത്ത ഭക്തൻ എന്താണ്? മാനി. ചിലർ വീടുകളിലെല്ലാം പ്രാർത്ഥിക്കും, കുട്ടികൾ അടുത്തിരുന്നാൽ പ്രാർത്ഥന വരത്തില്ല. അവർക്ക് എന്തോ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു കുറച്ചിൽ പോലെയാണ്. അവിടെ ഈശ്വരൻ എങ്ങനെ അവർക്ക് ജ്ഞാനം, ആ സ്നേഹം കൊടുക്കും, ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കും? വല്ല രക്ഷയുണ്ടോ? ഒരിക്കലും രക്ഷയില്ല. എല്ലാവരും വിചാരിക്കും ഞാനങ്ങ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു, മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. മനസ്സിലേ അവർ പ്രാർത്ഥിക്കൂ. പുറമേ പ്രാർത്ഥിച്ചാൽ പിള്ളേരോ മറ്റോ ഭർത്താവോ കേട്ടുപോയാൽ കുറച്ചിലല്ലേ? അങ്ങനെയുള്ള കുറച്ചിലിരിക്കത്തോളം കാലം എങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും? അവർ ധരിക്കും എങ്ങനെയാ, ഞാനാണ് ഇവിടുത്തെ കേമമായ ഭക്തിയും പ്രാർത്ഥനയും അറിവും ഒക്കെ എനിക്കാണെന്ന് തോന്നല. നടക്കത്തില്ല. ആ തോന്നൽ എന്ന് മാറുന്നു അപ്പോഴേ അത് നടക്കൂ. അതുകൊണ്ട് അജ്ഞാനം മാറുന്ന എന്താ, ഈ മറ്റുള്ളവർ കേൾക്കെ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ പോയാൽ തൊഴുവത്തില്ല, കൈ കൂപ്പിപ്പോയാൽ എന്തോ എല്ലാവരും കാണുമെന്ന് കരുതി. ഇങ്ങനെ ഉദ്ധവർ ഭക്തനും ജ്ഞാനിയുമായതിനാൽ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്, ഒരു ഭക്തന് മാനി അജ്ഞാനിയാണ്. മാനം എന്നുള്ളത് വരാൻ പാടില്ല. അത് അറിവില്ലായ്മയാണ്. അറിവുള്ള ഒരു ഭക്തൻ അവരെ വന്ദിക്കും. ഈ ഗോപസ്ത്രീകൾക്ക് യാതൊരു അറിവും ഇല്ല. അദ്ദേഹം വിചാരിക്കുന്നത് എന്താ, പണ്ഡിതനല്ലേ, പക്ഷെ ഞാൻ എങ്ങനെ മാനമുള്ളവരിങ്ങനെ, ഞാനൊരു പണ്ഡിതനും ശാസ്ത്രം പഠിച്ചവനോ, ഈ കുട്ടികളെ ഞാൻ എങ്ങനെ വന്ദിക്കും? കുറച്ചിലല്ലേ? അദ്ദേഹം അങ്ങനെ വിചാരിച്ചോ? അത് യഥാർത്ഥ ജ്ഞാനി ആയതുകൊണ്ടല്ലേ, ഭക്തനായതുകൊണ്ടല്ലേ അവിടെ ആ ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹത്തിനേക്കാൾ കേമമായ അത്രമാത്രം മാഹാത്മ്യമുണ്ട് ഈ ഗോപസ്ത്രീകൾക്കെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ട് അവർക്ക് നമസ്കാരം ചെയ്തു. ഇന്ന് അങ്ങനെയാണോ? ലോകത്തെല്ലാവരും പണ്ഡിതനായി പഠിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് താഴെ കാൽ തൊട്ട് തൊഴണമെന്നാണ് എല്ലാവരും മനസ്സിലിരിപ്പ്. ഞാനാണ് ഇവിടുത്തെ കേമൻ, നിങ്ങളെല്ലാവരും എനിക്ക് താഴെ ഉള്ളവരാണ്, നിങ്ങൾ എൻ്റെ കാലിൽ വന്ന് വന്ദിച്ചോളൂ. ഇതാണ് ഇന്ന് എല്ലാവരും കാണുന്നത്. ഇവിടെ ഈ ഭക്തനായ ഉദ്ധവർ അങ്ങനെ കണ്ടോ? അദ്ദേഹം അവരെ നമസ്കരിച്ചു. അതാണ് ജ്ഞാനം, ഭക്തി, ഈശ്വരനുള്ള സ്നേഹം. അപ്പോൾ അത് ഭഗവാൻ തന്നെ അങ്ങനെയല്ലേ? ഇവർക്ക് ആ സ്ത്രീകൾക്കൊക്കെ ഭഗവാൻ ദാസനമായി മാറുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കിക്കൂടെ, ഒരു യഥാർത്ഥ ജ്ഞാനി, ഒരു ഭക്തൻ നമ്മളും അതുപോലെ ആയിത്തീരുകയാണ് വേണ്ടേ. അപ്പോൾ ഇങ്ങനെ ഉദ്ധവർ ഭക്തനും ജ്ഞാനിയും ആയതിനാൽ ഗോപികമാരുടെ ഭക്തിയെ വാഴ്ത്തുകയും അവരെ മാനിച്ച് മനസ്സാ നമിക്കുകയും ചെയ്താണ് ഗോകുലം വിട്ടുപോയത്. ഇവർ പരമവന്ദനീയർ തന്നെ എന്നാണ് ഉദ്ധവർ പറഞ്ഞത്. അവരെ എല്ലാവരും വന്ദിക്കാൻ പറ്റിയവരാണ്, പരമവന്ദനീയരാണ് ഈ ഗോപസ്ത്രീകളെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഭഗവാനും സന്തുഷ്ടനായി അവരെ ആശ്വാസം കൊടുക്കാൻ ഇദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയും അതനുസരിച്ച് അദ്ദേഹം എല്ലാം നിറവേറ്റി വന്നു സന്തുഷ്ടനായിട്ട് വരുന്ന കണ്ടു ഭഗവാനും സന്തുഷ്ടനായി. ഇദ്ദേഹം വിവശനായാണ് ചെല്ലുന്നത്. എല്ലാം സാധിച്ച് അവർക്ക് കൊടുക്കേണ്ട സന്ദേശവും കൊടുത്ത് അവരുടെ ഭക്തി കണ്ട് ഇദ്ദേഹം മുഴുകി അവർക്ക് വന്ദനവും പറഞ്ഞു. അദ്ദേഹത്തിന് അത്രമാത്രം ആനന്ദം കൊണ്ട് നിറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്, മധുരയിലേക്ക്. അപ്പോൾ അവിടെ ഭഗവാനും സന്തുഷ്ടനായി ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ. നമുക്കിതിലെന്താ മനസ്സിലാക്കേണ്ടേ? പ്രേമമാകുന്ന ഭക്തിയിൽ മറ്റൊന്നും അടുത്ത് വരത്തില്ല. എത്ര പാണ്ഡിത്യം പഠിച്ചിട്ടോ എല്ലാം വഴിയാമണ്ണം എല്ലാവർക്കും ഉപദേശമൊക്കെ കൊടുക്കും. പക്ഷേ ഭഗവാൻ ഭക്തിയില്ലെങ്കിൽ ഏതുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം.
അറിവൊന്നും വേണ്ട മക്കളെ, ഭഗവാനുള്ള ഭക്തിയും പ്രേമം മാത്രം മതി. ഈശ്വരൻ അതാണ് ഇഷ്ടം. പൂന്താനത്തിൻ്റെയൊക്കെയും അതുപോലെ തന്നെ നമ്മൾ എന്തോ പറയുമല്ലോ, കുറൂരമ്മ, എനിക്കറിയില്ല എങ്കിലും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പൂന്താനത്തിൻ്റെ ഭക്തി നമുക്ക് അറിയാം, ഇങ്ങനെയൊക്കെ ഇതൊക്കെ വായിച്ചിട്ടുള്ളൂ, മറ്റേ ഞാൻ വായിച്ചിട്ടില്ല. എന്നാലും നമുക്കറിയാം പൂന്താനത്തിൻ്റെയൊക്കെ ഭക്തി. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഭക്തി എനിക്കറിയാം. എൻ്റെ അച്ഛനേക്കാളും ഭക്തി എൻ്റെ അമ്മയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് അച്ഛനെ പോലെ തന്നെ അമ്മയുടെയും ഇതായത്. കാരണം അച്ഛൻ എല്ലാ വിദ്യയും പഠിച്ച് ശാസ്ത്രവും തപസ്സും എല്ലാം ചെയ്ത് നേടിയത് എൻ്റെ ഭക്തി കൊണ്ട് നേടിയെടുത്തെന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഭക്തിക്കാണ് ഈ ഗോപികമാരണക്ക് എന്ത് നല്ല. പക്ഷേ അച്ഛന് ഒരുപാട് അറിവും എല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്കിലും അച്ഛനേക്കാൾ ഉപരി കണ്ണുനീര് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കണ്ണുനീരില്ലാത്ത സമയമില്ല. അച്ഛനാണെങ്കിൽ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടു ഏങ്ങി കരയും. പക്ഷേ എൻ്റെ അമ്മ ഏത് സമയവും ആ മരണത്തിൻ്റെ അടുത്ത് വരുന്ന സമയത്തും അമ്മ പ്രാർത്ഥിക്കും. നാമം ചെല്ലുമ്പോഴെല്ലാം ഇങ്ങനെ ആ പൂന്താനമെന്ന് കണ്ടാൽ മതി, ഒരു പെൺ പൂന്താനമെന്ന് പറയാം, അതാണ് എൻ്റെ അമ്മ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ ഏകാദശിയുടെ അന്ന് തന്നെയാണ് എൻ്റെ അമ്മയുടെ യാത്രയും മരണവും. പക്ഷേ അച്ഛൻ അറിഞ്ഞും കൊണ്ട് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയുടെ ഉള്ളിൽ അറിയാമായിരുന്നു. അതെല്ലാം എനിക്കറിയാം. ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതിയല്ലോ ഇതെല്ലാം. അതുകൊണ്ട് നമ്മുടെ മനസ്സിലറിയാം, ഇങ്ങനെയുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഒരു മരണത്തിന് യാതൊരു വിഷമവുമില്ല, ആനന്ദമാണ് മരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്, പരമാത്മാവാണ് നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത്. എന്താ കാരണം? ഭക്തി കൊണ്ട്. ഒരു ഭക്തിയുള്ളൊരു ഭക്തനെ മരണത്തിൽ മറ്റേ കാലന്മാർക്ക് തള്ളി വിട്ടുകൊടുക്കുമോ ഈശ്വരൻ? ഒരിക്കലും ചെയ്യത്തില്ല. അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അതാണ് നമ്മുടെ ഒരു ഉറച്ച തീരുമാനമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.